ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ അല്ലാഹുവിലേക്ക് കടന്നു വരാനാണ്, അല്ലാഹുവിലേക്ക് അടുക്കാനാണ് അല്ലാഹു ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. റബ്ബിലേക്ക് അടുക്കാൻ ഇത്രയും അമ്പിയാക്കന്മാർ, അവിടുത്തെ കുടുംബം, സ്വഹാബികൾ, നബിതങ്ങൾ ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു കർമ്മം, അല്ലാഹു എമ്പാടും കൂലി തരുമെന്ന് പറഞ്ഞ കർമ്മം നിങ്ങൾ എടുക്കുന്നത് നന്മയിലേക്ക് ഓടി വരാനാണ്, നന്മയിലേക്ക് മുന്നിട്ട് വരാനാണ്. ഒരുപാട് നന്മകൾ നമുക്കിതിലൂടെ ചെയ്യാൻ കഴിയും. റമദാനാകുമ്പോൾ നമ്മൾ ഖുർആൻ ഓതുന്നു, അതുവരെ ഓതാത്തവര് വിശന്നിട്ടും ഖുർആൻ ഓതും. റമദാനാകുമ്പോൾ ദാനധർമ്മം കൊടുക്കുമ്പോൾ ഒരു റാഹത്തിലാ കൊടുക്കുന്നത്, അൽഹംദുലില്ലാഹ്. നേരെ മറിച്ച് റമദാൻ അല്ലെങ്കിൽ ആ ഒരു റാഹത്ത് കിട്ടുന്നില്ല. റമദാനിൽ നമ്മൾ ഉറക്ക് കുറവാണ്, നമ്മൾ അധ്വാനം കൂടുതലാണ്, ഇബാദത്ത് കൂടുതലാണ്. ഇതിന്റെ താല്പര്യം എന്താണ്? നമ്മുടെ ശരീരത്തിന് കുറച്ച് വിശ്രമവും ഒരുപാട് അധ്വാനവും ഇതൊക്കെ കൊടുക്കാൻ പറ്റും റമദാനിൽ. റമദാൻ കഴിഞ്ഞാലും അത് സാധ്യമാണ്, റമദാൻ കഴിഞ്ഞാലും ഇത് സാധ്യമാണ്. സബാത്ത്, നന്മയിൽ ഉറച്ചു നിൽക്കലാണ് ഇതിന്റെ ആവശ്യം. ഈ വെളിച്ചവും അള്ളാഹു നൽകുന്ന ശോഭയും കെട്ടുപോകാതെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കണം. അതിന് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, റബ്ബേ ഇതൊരു മാറ്റത്തിന്റെ സമയമാക്കി തരണം തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ. ദീനിന് ഒരുപാട് അധ്വാനിക്കണം, ഒരുപാട്. നമ്മളൊന്നും അധ്വാനിച്ചില്ല. എന്തെങ്കിലും നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? കുട്ടികളെ കെട്ടിക്കാൻ. എന്തിനാ ജീവിക്കുന്നത്? വീടുണ്ടാക്കാൻ. എന്തിനാ ജീവിക്കുന്നത്? ബിസിനസ്സൊക്കെ ഒന്ന് ഡെവലപ്പായി, എന്നിട്ടോ പിന്നെ ലാഭുണ്ടായി, എന്നിട്ടോ എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടായി, എന്നിട്ടോ ആ പൈസ ബാങ്കിൽ ഉണ്ട് എന്നങ്ങനെ ആലോചിക്കുമ്പോൾ സമാധാനം. ഇത്രയേ ഉള്ളൂ ആകെ ജീവിതത്തെ ലക്ഷ്യം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, നമ്മുടെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുക, സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കുക, നല്ല മനുഷ്യബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്, നല്ല സ്നേഹബന്ധങ്ങൾ, നല്ല സംസ്കാരം, നല്ല ആചാരം, നല്ല വിശ്വാസം, ഇത് കൊണ്ടുവരാൻ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. ഇത് നമുക്ക് ലക്ഷ്യമാവുക. ജീവിതം ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തുക. അങ്ങനെ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാം. മഹാനായ ഖലീഫയായിരുന്ന, അമവി ഖലീഫയായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാ, ഇന്നലീ നഫ്സൻ തവാഖ, എൻ്റെ ശരീരം കൊതിക്കുന്ന ശരീരമാണ്. എങ്ങനെ കൊതിക്കുക? നന്മ ചെയ്യാൻ കൊതിക്കുന്ന ശരീരമാണ്. അവർ പറയാ, അവർ ഖലീഫയായി മാറി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. പേരക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാം ഉമർ എന്നറിയപ്പെട്ട ഉമർ സാനി. അതായത് മുമ്പൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ഉമ്മ ഒരു മോളോട്, മോളെ എണീറ്റ് പാലിൽ വെള്ളം ചേർക്കണേ എന്ന് പറഞ്ഞ കഥ ഓർമ്മല്ല? അല്ലേ? നമ്മുടെ സമദാനി സാഹിബൊക്കെ നല്ല മനോഹരമായിട്ട് അത് പറഞ്ഞിരുന്നു അല്ലേ? മോളെ എഴുന്നേൽക്കും, മോളെ പാലിൽ വെള്ളം ചേർക്കും മോളെ എന്ന് ഉമ്മ രാവിലെ എഴുന്നേറ്റ് കുട്ടിയോട് പറയാൻ. അപ്പൊ കുട്ടി എന്ത് പറഞ്ഞു? ഉമ്മ, ഉമർ തങ്ങൾ പറഞ്ഞിട്ടില്ലേ പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന്. മോളെ, ഉമർ എന്നവരൊക്കെ ഇപ്പൊ എവിടെ കാണാനാ അത്? മോൾ എഴുതിയിട്ട് വെള്ളം ചേർക്ക്, നമുക്ക് കൂടുതൽ പാല് വിൽക്കണ്ടേ? അപ്പൊ മോൾ എന്ത് പറഞ്ഞു? ഉമ്മ, ഉമർ തങ്ങൾ കണ്ടില്ലെങ്കിലും ഉമറിന്റെ റബ്ബും നമ്മുടെ റബ്ബുമായ അള്ളാഹു ഇത് കാണൂലേ ഉമ്മ. ഇത് കേട്ടു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വീടിന് അടയാളം വെച്ചു പോയി. മക്കളെ വിളിച്ചു കൊണ്ടുവന്ന, മക്കളെ, ലൗ കാന ലി അബീകും ഇലൻ നിസാഇ ഹറക, വാപ്പാക്ക് കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ ആണെങ്കിൽ വാപ്പ ഈ കുട്ടിയെ കല്യാണം കഴിച്ചേനെ. മക്കളെ, നിങ്ങളിൽ ആർക്കെങ്കിലും ഈ മോളെ കല്യാണം കഴിക്കണോ? അള്ളാഹുവിനെ പേടിക്കുന്നൊരു മോളുണ്ട്. അങ്ങനെ മഹാനവറുകളുടെ ഒരു മോൻ, ആശിം എന്നവരാണോ എന്നറിയില്ല, അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് വേണ്ട. ഒരു മോൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചോളാം. അങ്ങനെ ആ മോനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. മോനെ, ഇതാണ് വീട്, അവിടെ ഒരു മോളുണ്ട്, എന്ത് അന്വേഷിക്ക്. നോക്കുമ്പോൾ അവള് കല്യാണം കഴിച്ചിട്ടില്ല. ആ മോളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ആ മോൾക്ക് ഉമർ തങ്ങളുടെ മകൻ കല്യാണം കഴിച്ചു. ഖലീഫയുടെ മോനെ, രാജാവിന്റെ മകൻ. ആലോചിക്കണേ, എന്താ ക്രൈറ്റീരിയൻ, എന്താ കല്യാണം കഴിക്കാനുള്ള മാനദണ്ഡം? ബിസിനസ്സും ഗൾഫിലെ ജോലിയൊന്നുമല്ല. എന്താ നോക്കിയത്? അള്ളാഹുവിനെ ഭയപ്പെടുന്ന പെൺകുട്ടിയാണ്, അത് മതി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കല്യാണം കഴിച്ചു. അവർക്കൊരു മകള് ജനിച്ചു. ആ മോളിൽ ജനിച്ച മോനാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല. അങ്ങനത്തെ മഹാനാണ്, വലിയ പ്രഗത്ഭനാണ്. മരിക്കുന്ന സമയത്ത് ഖബറിലേക്ക് വെച്ചപ്പോഴാണ് ഒരു കടലാസിന്റെ കഷ്ണം പോലെ ഒരു തോൽ കഷ്ണം കിട്ടിയത്. ഖബറിലേക്ക് പാറി വന്നത്, ആരും കൊണ്ടുപോയിട്ടതല്ല. ഖബറിനുള്ളിൽ കണ്ടു. നോക്കുമ്പോ ഹാദാ ഇത്ഖുക മിനന്നാർ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, നിങ്ങൾക്ക് നരകമില്ല എന്നറിയിക്കുന്ന അറിയിപ്പാണിത് എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. ആ കടലാസിന്റെ കൂടെയാ മഹാനവറുകളെ മറവ് ചെയ്തിട്ടുള്ളത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ എന്ന് പറയാൻ, എന്റെ ശരീരം ഒരുപാട് ആഗ്രഹിക്കുന്ന ശരീരമാണ്. താഖത്ത് നഫ്സി, എന്റെ ശരീരത്തിന്റെ ആദ്യത്തെ ആഗ്രഹം അന്നുണ്ടായത് ചെറുപ്പക്കാരനായിരുന്ന സമയത്ത്, അന്ന തസവ്വജ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്,
രാജാവ് അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മകൾ ഫാത്തിമയെ കല്യാണം കഴിക്കണം എന്നെനിക്കൊരാഗ്രഹം തോന്നി. ചെറുപ്പക്കാരൊക്കെ ആകുമ്പോൾ കല്യാണപ്രായമൊക്കെ ആയി തുടങ്ങുമ്പോൾ ചെറിയൊരു കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ട് അഡ്വഞ്ചറൊക്കെ ചെയ്തിട്ടൊക്കെ ഓടിച്ചും ചാടിച്ചിട്ടൊക്കെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ത്രില്ല് വരുന്ന പ്രായം ഉണ്ടാവും. ആരെന്ത് പറഞ്ഞാലും തലയിൽ കയറാത്തൊരു പ്രായമാണത്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഞങ്ങളിത് പറയുമ്പോൾ മദീനയിൽ നടക്കുന്നൊരു ചെറുപ്പക്കാരനാണ്. രാജാവിന്റെ മകൾ അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മകൾ ഫാത്തിമ, അവരെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ മോഹിച്ചു. തസവ്വജ്തുഹാ, ഞാൻ അവരെ കല്യാണം കഴിച്ചു. പിന്നെ എനിക്ക് ആഗ്രഹം തോന്നി അന്നകൂന വാലിയൻ അലാ മദീനത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന മദീനയുടെ ഗവർണറാകണമെന്ന് ആഗ്രഹം തോന്നി. മദീനയുടെ ഗവർണറായി ഞാൻ നമ്മൾ പറയാ. പിന്നെ എനിക്ക് തോന്നി മുസ്ലിമീങ്ങളുടെ ഖലീഫയാവണം. പിന്നെ എന്റെ ശരീരം ആഗ്രഹിച്ചത് എനിക്ക് ഖിലാഫത്ത് വേണം, മുസ്ലിമീങ്ങളുടെ ഖലീഫയായി നല്ല ഒരു ഭരണം കാഴ്ചവെച്ചു കൊടുക്കണം. ഫസിർതു ഖലീഫത്തൻ ലിൽ മുസ്ലിമീൻ, ഞാൻ ഇന്ന് മുസ്ലിമീങ്ങളുടെ ഖലീഫയാണ്. എന്റെ ശരീരം ഇപ്പോ അതിലും വലിയൊരു നന്മയാണ് ആഗ്രഹിക്കുന്നത്. ചോദിച്ചു, ഇനി എന്താ വേണ്ടത്? അന്നദ്ഖുലൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗം കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം. ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്റെ അടുത്ത ലക്ഷ്യം സ്വർഗമാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ജീവിതത്തിൽ ഒരു നന്മ, ഒരു ലക്ഷ്യം നമ്മൾ കാണുന്നുണ്ടോ എന്നതാണ് വിഷയം. ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്നു, അതിലേക്ക് ആഗ്രഹം വെക്കുന്നു, അധ്വാനിക്കുന്നു, എന്തെന്നില്ലാത്ത അധ്വാനം. ഈ ദീനിന് നമ്മുടെ മുൻഗാമികൾ ചെയ്ത അധ്വാനങ്ങൾ അവർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇസ്ലാമുണ്ടോ നമ്മുടെ കയ്യിൽ? ഈ ദീൻ നമ്മുടെ കയ്യിലേക്ക് എത്തുമോ അവരുടെ അധ്വാനമില്ലെങ്കിൽ? തുസ്തർ എന്ന് പറഞ്ഞ ഗ്രാമം ഇറാനിലാണ്. തുസ്തർ പഴയ ഇറാനിൽ, ഖുറാസാനിന്റെ ഭാഗമായ ഖുറാസാനിന്റെ താഴ്ഭാഗം. ഖുറാസാൻ എന്ന് അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാണ്. മഹാനായ ഇമാമുന ഗസാലി തങ്ങളൊക്കെ അഫ്ഗാനിയാണെന്ന് പറയേണ്ടി വരും. ഇപ്പോ അഫ്ഗാനിസ്ഥാൻ എന്നാണ് ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം തുർമുദി തങ്ങൾ അഫ്ഗാനിയാണ്. അപ്പോ എന്താ സംഗതി? ഫാനാണോ? ഫ്ലൈറ്റ് പോവാണോ? എന്താണത്? ഫാനാണ്. കുഴപ്പമില്ല. ഇത് എയർ കണ്ടീഷൻ ചെയ്താണോ? എ സി ആണോ ഇവിടെ? മാഷാ, എ സി. അതാണ് ഒരു നല്ലൊരു സുഖമുണ്ട് ഇവിടെ അല്ലേ? ചൂടും വിങ്ങലൊന്നും ഇല്ലല്ലോ. അൽഹംദുലില്ലാ. അബൂബക്കർ സാഹിബ് ഇവിടെ അബൂബക്കർ ഹാജി മോശാക്കിയിട്ടില്ല. മാഷാ അല്ലാഹ്. അപ്പോ അൽഹംദുലില്ലാ കാര്യമായ റാഹത്തിലിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹ്. അത്ര ഉഷാറിലതൊക്കെ വടനം കുറിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ അറിയണത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പിന്നെ തുസ്തർ എന്ന് പറഞ്ഞ പട്ടണം കീഴടക്കാൻ വേണ്ടി പോവാണ്. സമയം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? നേരം വൈകിയോ? ഒന്ന് സ്വലാത്തുലിരിക്കല്ലേ, ഒരു രസകരമായ സംഭവം. ഒന്ന് സ്വലാത്തുലിരിക്കുക. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഇരുന്നോളൂ. ജസാക്കുമുല്ലാഹ് ഖൈർ, ജസാക്കുമുല്ലാഹ് ഖൈർ. തുസ്തർ പട്ടണം കീഴടക്കാൻ പോകുന്നത് സ്വഹാബി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ്. അബൂ മൂസൽ അശ്അരി തങ്ങൾ ആ പട്ടണം കീഴടക്കാൻ വേണ്ടി പോകുമ്പോ മജ്സഅത്ത് ഇബ്നു സൗർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അബൂ മൂസൽ അശ്അരി എന്ന നബിയുടെ സ്വഹാബി ചോദിച്ചു, മജ്സഅ, നീന്താൻ അറിയുന്ന ഒരാളെ എനിക്ക് കിട്ടണം, എനിക്ക് വേണം. എന്തിന്? ഇറാനിയായ ഒരു ഗൈഡ്, പേർഷ്യക്കാരനായ ഗൈഡ്, നമുക്ക് തുസ്തർ പട്ടണം കീഴടക്കണം, അതിന് ഒരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഗൈഡ് പറയുന്നത് ആ പട്ടണത്തിന്റെ ഒരു 8-10 കിലോമീറ്റർ മുമ്പ് ഒരു പുഴയുണ്ട്, ഒരു അണ്ടർഗ്രൗണ്ട് പുഴ, ഫുൽജി എന്നൊക്കെ പറയുന്ന ഒരു അണ്ടർഗ്രൗണ്ട് പുഴയുണ്ട്, ഭൂമിന്റെ ഉള്ളിലൂടെ പോകുന്ന പുഴയാണ്. ആ പുഴയിലൂടെ നീന്തിയിട്ടും നടന്നിട്ടും ഉള്ളിലൂടെ 8-10 കിലോമീറ്റർ താണ്ടിക്കടന്നാൽ അപ്പുറം എത്തുന്നത് നേരെ തുസ്തർ പട്ടണത്തിന്റെ മുമ്പിലേക്കാണ്. അങ്ങനെ നമുക്ക് സൈന്യവുമായി കടക്കാൻ പറ്റിയാൽ
ആ പട്ടണം നമുക്ക് കീഴടക്കാൻ കഴിയുമെന്ന്. ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ കോട്ടയായിരുന്നു തുസ്തറിലെ കോട്ടയുണ്ടായത്. അത് കീഴടക്കാൻ മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ് പോകുന്നത്. എന്താ പറഞ്ഞത്? നീന്താൻ അറിയുന്ന ഒരാൾ വേണം. നീന്താൻ അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ. നീന്താൻ അറിയുന്നവര്, മുമ്പ് പഠിച്ച് ഇനിയിപ്പോ നീന്താൻ കഴിഞ്ഞോണമെന്നില്ല, എന്നാലും സാരല്ല, മുമ്പ് നീന്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പുഴ കൊണ്ടിട്ടാലൊക്കെ അറിയാൻ പറ്റുള്ളൂ. അത് ശരിയാണോ അല്ലേ? അപ്പോ നീന്തൽ പഠിക്കണം, സുന്നത്താണ്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലിമു ഔലാദകും അസ്സിബാഹ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നീന്താൻ പഠിപ്പിക്കണം. നബി തങ്ങൾ പറഞ്ഞ ഹദീസാണ് സല്ലല്ലാഹു. വൽ ഫുറൂസിയ, ഹോഴ്സ് റൈഡിംഗ്, കുതിരപ്പന്തയം നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം. തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാനും പഠിപ്പിക്കണം. വമഹബ്ബത്ത് അഹ്ലി ബൈതി, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമായ തങ്ങന്മാർ, സയ്യിദന്മാർ, അവരെയൊക്കെ സ്നേഹിക്കാനും മക്കളെ പഠിപ്പിക്കണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീന്താൻ പഠിപ്പിക്കണം. മക്കയിലും മദീനത്തൊന്നും മദീനത്ത് ഒരു കുളം ഉണ്ടായിരുന്നു, ഒറ്റ കുളം, ചെറിയൊരു കുളം. മക്കയിൽ പുഴയില്ല, കുളമില്ല, കടലില്ല, ഒന്നുമില്ല. പക്ഷെ നബി തങ്ങൾ നീന്താൻ പറഞ്ഞു, നീന്താൻ പഠിക്കണം. സുബ്ഹാനല്ലാഹ്. നമ്മളെ കേരളത്തിലൊക്കെ ഇനി മുസ്ലിമീങ്ങൾ ഇങ്ങനെ പുഴയും നാടും കടലൊക്കെ ഉള്ളിടത്ത് മുസ്ലിമീങ്ങൾ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ എല്ലാവർക്കും പഠിക്കാനാണല്ലോ ഇസ്ലാം, മക്കക്കാർക്ക് മാത്രമല്ലല്ലോ. അപ്പൊ നമുക്കൊക്കെ അത് വലിയ ഉപകാരമായി. നമ്മുടെ നാട്ടിലൊക്കെ അതിന്റെ സൗകര്യങ്ങളുണ്ട്, അൽഹംദുലില്ലാഹ്. നീന്തം പഠിക്കണം, കൂലി കിട്ടും. വാപ്പാരെ പഠിപ്പിച്ചു കൊടുത്താൽ വാപ്പാർക്ക് കൂലി കിട്ടും. അതിന് സ്വിമ്മിങ് ലെസന് കുട്ടിക്ക് ഇച്ചിരി ഫീസ് കൊടുത്ത് പഠിപ്പിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്താണ്? സുന്നത്താണ്, നല്ല കാര്യമാണ്, അൽഹംദുലില്ലാഹ്. അപ്പോ മജ്സഅത്ത് ഇബ്നു സൗർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പോരെ അബൂ മൂസ അശ്അരി, എനിക്ക് നീന്തം അറിയാം. അപ്പൊ ഈ നീന്തം പഠിക്കണമെങ്കിൽ എത്ര യാത്ര ചെയ്യണം? മദീനയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്യണം ഒരു കടൽ കിട്ടണമെങ്കിൽ. ഇന്നത്തെ സൗദി അറേബ്യയിലെ യംബൂൾ എന്ന് പറയുന്ന യാംബൂയിലേക്ക് എത്തണം. അവിടെയാണ് അവർക്ക് നീന്താൻ സൗകര്യം ഉണ്ടാവും. അവിടെ പോയി പഠിക്കണം നീന്തൽ. സുബ്ഹാനല്ലാഹ്. സ്വഹാബി പറഞ്ഞു, മജ്സഅത്ത് ഇബ്നു സൗർ അസ്സദൂസി റളിയല്ലാഹു അൻഹു, അബൂ മൂസ അശ്അരി തങ്ങളെ, എനിക്ക് നീന്തം അറിയാൻ, ഞാൻ പോരെ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇതാ നിങ്ങൾ പോകണം, ഇറാനിയായ ഗൈഡിന്റെ കൂടെ, അയാൾ തരുന്ന വഴി ശരിക്ക് കണ്ടുപിടിക്കണം. നമ്മൾ സൈന്യവുമായി അങ്ങോട്ട് കടന്നു പോകാൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് തുസ്തറിലേക്ക് നമ്മൾ കയറി പറ്റും. അവിടുത്തെ കോട്ട നമ്മൾ കീഴടക്കും. ഇസ്ലാമിന്റെ വിജയഭേരി മുഴക്കാൻ നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് റൂട്ട് ശരിക്ക് പഠിക്കണം കേട്ടോ. അങ്ങനെ ഇറാനിയുടെ കൂടെ ഗൈഡിന്റെ കൂടെ പോവാണ്. അപ്പോ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടറാണ്, ഗുഹയിലിന്റെ ഉള്ളിലൂടെ പോകണം. ഗുഹയിൽ വെള്ളമുണ്ട്. അങ്ങനെ അണ്ടർഗ്രൗണ്ട് വാട്ടറുകൾ പല സ്ഥലത്തും, പ്രത്യേകിച്ച് മരുഭൂമികളിൽ മലകൾ ഉണ്ടാകുമ്പോൾ ആ മലകൾക്കുള്ളിൽ വെള്ളവും ജലാശയങ്ങളും കാണുന്നത് സ്വാഭാവികമാണ്. പർവ്വതത്തിന്റെ ഉള്ളിൽ പുറത്തൊന്നും വെള്ളം കാണില്ല. നമ്മുടെ ഒമാനിലുണ്ട് അങ്ങനെ ഒരു മനോഹരമായ ഒരു പുഴയുണ്ട്. പുഴ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രീം, നമ്മുടെ ലാൻഡിൽ നിന്ന്, നമ്മുടെ സാധാ പ്ലെയിനിൽ നിന്ന് നേരെ മേലോട്ട് കയറുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 10-50-60 മീറ്റർ ഉയരത്തിൽ ഒരു ചെറിയ ട്രെയിൻ വരും. അതിന്റെ ഉള്ളിലൂടെ പോയാൽ അൽഹൂച്ച കേവ് എന്ന് പറയുന്നൊരു ഗുഹ കിട്ടും. ഒമാനിലെ നിസ്വയിൽ നിന്ന് ഒരൽപ്പം 100-150 കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്താൽ ആ ഗുഹയുടെ ഉള്ളിൽ നമ്മുടെ ഈ ഹാളിനേക്കാളും ഇതിന്റെ ഒരു ഡബിൾ വിശാലതയുള്ള ഒരു ഹാൾ ആ പാറയുടെ ഉള്ളിലുണ്ട്. വലിയൊരു മലയാണ്. അതിന്റെ ഉൾഭാഗം ഒരു ഹാള് പോലെയാണ്, വിശാലമായൊരു സ്റ്റേഡിയം പോലെ. അതിന്റെ ഉള്ളിലൂടെ ഒന്നുകൂടെ നടന്നു പോയാൽ കണ്ണില്ലാത്ത മത്സ്യമുണ്ട്, കണ്ണുകളില്ലാത്ത മത്സ്യം. കണ്ണേ ഇല്ല ആ മത്സ്യത്തിന്. കാരണം BC 2000-ലോ മറ്റോ രൂപപ്പെട്ട ജീവജാലങ്ങളാണെന്നാ പറയാ. അവിടെ മുതൽ ഇരുട്ടിലാണ് അവർ ജീവിക്കുന്നത്. 995-ലോ മറ്റോ ആണ് ഒമാൻ ഗവൺമെന്റ് ഇത് തുറന്നു കൊടുത്തത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. പണ്ട് മുതലേ കണ്ണ് കാണാൻ കഴിയില്ല, ഇരുട്ടിൽ ജീവിക്കുന്ന മത്സ്യമാണ്. അവിടെ ഒരു പുഴയാണ്, ചെറിയൊരു പുഴയാണ്. വെള്ളം നമുക്ക് കാണാൻ പറ്റും. ആ പുഴ ചെറിയ, നമ്മളിപ്പോ ഈ നടന്നു വരുന്ന ഹാൾവേയുടെ ഈ ഒരു വീതിയിൽ വെള്ളം ഒരു കിലോമീറ്ററുകളോളം ഉള്ളിലേക്ക് യാത്ര പോവാണ്. രാജു അപ്പോ ദീർഘമായ ഒരു സ്ട്രീം, ഒരു അരുവി അതിന്റെ ഉള്ളിലൂടെ പോകുന്നുണ്ട്. അതിൽ മത്സ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കണ്ണില്ലാത്ത മത്സ്യങ്ങളാണ്. നമുക്ക് പോയി കാണാൻ പറ്റും. അതൊരു ഏതാനും കിലോമീറ്ററുകൾ അക്കരെ അതിന്റെ ഒരു എൻഡ് ഉണ്ട്. അതുവരെ ഇംഗ്ലീഷുകാരൊക്കെ ടോർച്ചൊക്കെ എടുത്ത് പോയി നടന്നിട്ടും നീന്തിയിട്ടൊക്കെ കടന്നു പോകണം. അവർ പിന്നെ അഡ്വഞ്ചറസ് കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ടാണല്ലോ. നമ്മളിപ്പോൾ അതിൽ മീൻ കിട്ടിയാൽ ഞാൻ ചുട്ടു നിന്നോളാന്ന് പറയുന്നുണ്ടാവും നമ്മൾ. അവരതിന്റെ ഉള്ളിലൂടെ യാത്ര ചെയ്ത് പഠിക്കാനും ഗവേഷണം ചെയ്യാനും മുന്നോട്ട് പോവാണ്. നമ്മൾ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തം മുസ്ലിം ഉമ്മത്ത്.